ഹലോ, ഇന്ന് ഹാൻഡ് എംബ്രോയിഡറിയുടെ 7ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് പറയട്ടെ, എല്ലാവരും നമ്മുടെ ഇപ്പം നമ്മൾ കുറേ വർക്കുകൾ പഠിച്ചല്ലോ, പഠിച്ച വർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഇപ്പം എല്ലാം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ തയ്ച്ച ചുരിദാറുകളിൽ പോലും പെയ്യെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ചെയ്ത് നോക്കുക. കാരണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. ബാക്കിലത്തെ പാർട്ടിന് മാറ്റി ഇടവശത്തേക്ക് നമ്മൾ റിങ് വെച്ചിട്ട് നെക്കിൻ്റെ പോർഷനൊക്കെ വരുമ്പോൾ ഇച്ചിരി ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് കാണിച്ചായിരുന്നു. നെക്കിൻ്റെ പോർഷനാണ് നമുക്ക് കൈകൊണ്ട് റിങ് വെക്കാതെ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. അതിന് താഴേക്കുള്ള ഭാഗത്ത് റിങ് വെച്ചിട്ട് ബാക്കിലത്തെ പോർഷന് അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ് എംബ്രോയിഡറി അല്ല, മെഷീനിൽ ചെയ്തിരിക്കുന്നതാണ്, ലേസ് വർക്കാണ്. ഇതാണെങ്കിലും ഞാൻ തയ്ച്ച് കഴിഞ്ഞ ഒരു ചുരിദാർ ചെയ്തതാണ്. അതിൻ്റെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഷെവറോൺ സ്റ്റിച്ച്. ഷെവറോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ബാക്കി സ്റ്റിച്ചുകൾ പോലെ ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ പോലെ തന്നെ 2 ലൈനിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 ലൈൻ വരയ്ക്കുക. 2 ലൈൻ വരച്ചതിന് ശേഷം ഇതും ഇപ്പോൾ ഞാൻ 3 ഇഴയിലാണ് ചെയ്യുന്നത്. 3 ഇഴ സെപ്പറേറ്റ് ചെയ്ത് 3 ഇഴ എടുത്തിരിക്കുന്നു, അതിൻ്റെ അറ്റം കെട്ടിയിരിക്കുന്നു. ഇത് ചെയ്യുന്നത്, ഇത് സാധാരണ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ബോർഡറുകളിൽ തയ്ക്കാൻ, ഇപ്പം മറ്റേതൊക്കെ ഒരു വർക്കിൻ്റെ ബോർഡറിലൊക്കെ തയ്ക്കാനായിട്ട് ഔട്ട്ലൈനായിട്ട് വരച്ചെങ്കിൽ ഇതൊരു ഡ്രസ്സിൻ്റെ ബോർഡറിൽ തയ്ക്കാനായിട്ടുള്ള സ്റ്റിച്ചാണ് ഞാനിത് കാണിക്കാം. ഇതാദ്യമേ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം മുകളിലത്തെ ലൈനിൽ ഇതിന് നേരെയല്ലാതെ ഒരു സ്വല്പം ഇങ്ങോട്ട് ചരിച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഒന്ന് പൊക്കിയെടുത്തു. ഒരു സ്വല്പം ക്ലിയർ ആയില്ലായിരുന്നു അല്ലേ? ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനെ കുത്തിയെടുത്ത ശേഷം മുകളിലത്തെ ലൈനിൽ ഇതിനോട് നേരെ മുകളിലല്ല, ഇതിൽ നിന്ന് ഒരു ഇച്ചിരി ചരിച്ച് ഇവിടെ ഇങ്ങനെ കുത്തിയ ശേഷം ഒരു സ്വല്പം ഇങ്ങനെ വിട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ ഇതുണ്ടല്ലേ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെ പൊക്കിയെടുത്ത ശേഷം ഇങ്ങനെ വലിച്ച ശേഷം ഇനി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുകളിലേക്ക് വയ്ക്കുക. ഇത് മുകളിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എത്രയും ഗ്യാപ്പാണോ ഇങ്ങോട്ട് പോയത് ആ ഒരു ഗ്യാപ്പ് തന്നെ ഇങ്ങോട്ടും എടുക്കുക. ഇങ്ങോട്ടും എടുത്ത ശേഷം ഇനി കുത്തി പൊക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഈ നമ്മൾ ആദ്യം കുത്തിയ ആ ഒരു ഇതിൽ തന്നെ, ആ ഒരു ഹോളിൽ കൂടെ തന്നെ പൊക്കിയെടുത്ത ശേഷം ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനൊരു ചരിഞ്ഞ വര മുകളിലൊരു അത്രയും ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു ഇതും വന്നു. ശേഷം ഇനിയിപ്പോൾ ഈ ചെയ്ത പരിപാടി തന്നെ നമ്മൾ താഴെ ചെയ്യാൻ പോവാണ്. മുകളിൽ നിന്ന് നേരെ ലെവലിലല്ല, ഇച്ചിരി ചരിച്ച് കുത്തുന്നു. ഒരു സ്വല്പം ഗ്യാപ്പിട്ട് പൊക്കിയെടുത്ത ശേഷം ഇങ്ങനെ പോകുന്നു. ഈ ത്രെഡ് ഇനിയിപ്പോൾ താഴേക്ക് കിടന്നുകൊണ്ട് സ്വല്പം കൂടെ ഇപ്പുറത്തു നിന്ന് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഒരേപോലെ ആകുക. ആ ഗ്യാപ്പിൽ കുത്തി ഇതിലേക്ക് പൊക്കിയെടുത്ത ശേഷം ഇനിയിപ്പം മുകളിലേക്ക് ചെയ്യാൻ പോകണം. മുകളിൽ വരും. ഇങ്ങനെയാണ് ശരിക്കും ഇത് വരേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് ലെവലിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി കുത്തി ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ കുത്തിയെടുത്തു. ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ആ കുത്തി ഇറക്കി ആ പോയിൻ്റിൽ കുത്തി വിട്ടു. ശേഷം മുകളിലേക്ക് കുത്തിയെടുത്തു, ചരിച്ച് കുത്തി ഇങ്ങനെ എടുത്തു. ത്രെഡ് മുകളിലോട്ട് ഇട്ടുകൊണ്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. ഇപ്പുറത്തേക്ക് കുത്തി ആ പോയിന്റിൽ തന്നെ എടുത്ത ശേഷം ഇപ്പോൾ ഇത്രയും വന്നല്ലോ. ഇനിയിപ്പം താഴേക്ക് ചരിച്ചെടുത്ത് ചരിച്ച് കുത്തി ഇങ്ങനെ എടുത്തു. ഇങ്ങനെ വന്നു. ശേഷം ഇപ്പുറത്ത് കുത്തി ഇങ്ങനെ എടുത്ത ശേഷം ഇത്രയായി. ഇനിയിപ്പോൾ മുകളിലത്തെ ലൈനിൽ ഇച്ചിരി പിടികിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിലാണ് ഞാൻ കുറേ കാണിക്കുന്നത്. ത്രെഡ് മുകളിലേക്കിട്ട് ഇങ്ങനെ എടുത്ത ശേഷം താഴേക്ക് കുത്തി ത്രെഡ് താഴേക്ക് ചെയ്യുമ്പം ത്രെഡ് താഴേക്ക് ഇടുക, മുകളിലേക്ക് എടുക്കുമ്പം ത്രെഡ് മുകളിലേക്ക് ഇടുക. ഇനിയിപ്പം ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ?
അഥവാ മുകളിലേക്കോ താഴേക്കോ ഇടാൻ വിട്ടുപോയാൽ ചെയ്യാവുന്നൊരു കാര്യം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുത്തു. ഇതിപ്പം മുകളിലേക്കിട്ടായിരുന്നു നമ്മൾ ഇത്ര നേരം ചെയ്ത്. അഥവാ താഴേക്കിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴേക്കിട്ട് ചെയ്ത് പോയെങ്കിൽ പിന്നെ വരുന്ന ഒരു ഇരട്ടിപ്പണി വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ത്രെഡ് കണ്ടില്ലേ, ഇതിങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് താഴേക്ക് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, അത്രയും ഒരു പണി ഇരട്ടി വരുന്നെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇതുണ്ടല്ലേ, ഇനി ഇവിടെ ഇങ്ങനെ കുത്തുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമുക്ക് ബോർഡറുകളിലൊക്കെ ചെയ്യാവുന്ന, ഒരു ഡ്രസ്സിൻ്റെ ബോർഡറുകൾ ചെയ്യാവുന്ന ഇതാണ്. ഇപ്പം സാരിക്കാണെങ്കിലും ഒരു സൈഡിൽ കൂടി, നമ്മുടെ സാരിയുടെ സൈഡിൽ കൂടി ഒരു സിമ്പിൾ ഡിസൈൻ വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ഡിസൈൻ ഇച്ചിരി കൂടെ വേറെ ആക്കണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വലിയ വർക്കാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ പേരാണ് ഷെവറോൺ സ്റ്റിച്ച്. അപ്പോൾ ചുരിദാറുകളുടെയൊക്കെ സ്ലിറ്റുകളിലൊക്കെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നെക്കിന് ചെയ്യാവുന്നതാണ്, സ്ലീവിൻ്റെ തുമ്പുകളിൽ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്റ്റിച്ചാണ് ഷെവറോൺ സ്റ്റിച്ച്. ബോർഡറുകൾക്ക്, ഒരു ഡ്രസ്സിൻ്റെ ബോർഡറിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. ബോർഡറിലല്ലാതെ നമ്മുടെ ആശയമൊക്കെ അനുസരിച്ച് നമുക്കിത് വർക്കുകളിൽ അല്ലാതെ വേണമെങ്കിലും പ്രയോഗിക്കാവുന്നതാണ്. ഇതിൽ ചെയ്തൊരു വർക്ക് കാണിക്കാവേ. അപ്പോൾ ഇത് ഷെവറോൺ സ്റ്റിച്ചിൽ ചെയ്തൊരു വർക്കാണ്. കണ്ടല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് വേണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റിച്ച് നമുക്ക് കാണാം. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 സ്റ്റിച്ചുകൾ, നമ്മളൊരു ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ 2 സ്റ്റിച്ചുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റിച്ച് ലീഫ് സ്റ്റിച്ച് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്, ലീഫ് സ്റ്റിച്ച്. അപ്പോൾ ലീഫ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലീഫ് സ്റ്റിച്ചിന് ഞാൻ ചെയ്യാൻ വേണ്ടി 2 വര വരച്ചിട്ടുണ്ട്. വര വരയ്ക്കാതെ വേണമെങ്കിലും ചെയ്യാം. ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ലീഫിൻ്റെ ഷേപ്പ് ആദ്യം വരയ്ക്കുക. കണ്ടില്ലേ, ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് നടുക്കൂടൊരു വര വരച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം ആയിട്ടാണ് വരയ്ക്കേണ്ടത് ലീഫ്. കണ്ടല്ലേ, അപ്പോൾ ഈ ഒരു ലീഫിന് ഇച്ചിരി വണ്ണം കുറഞ്ഞു പോയി. ഈ ഒരു ലീഫ് ഞാൻ ചെയ്ത് കാണിക്കും. അതിനായിട്ട് 3 നൂലാണ്, 3 നൂല് ഗ്രീൻ കളറിലെ 3 ഇല ആയതുകൊണ്ട് ഗ്രീൻ കളറിലെടുത്തത്. 3 നൂലെടുത്തു. ഇതിൽ ആദ്യം നമ്മൾ കുത്തുന്നത് ഇതിൻ്റെ ഈ ഭാഗമില്ലേ, നമ്മുടെ ഒരു ഇലയുടെ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറിയതായിട്ട് താഴേക്കൊന്ന് കുത്തുക. ഒരൊറ്റ നേരെ ലൈന് ഇത് സ്വല്പം ഇങ്ങനെ നീളത്തിൽ വരച്ച് കുത്തി. കാണാമല്ലോ, ക്ലിയർ ആകുന്നുണ്ടല്ലോ. ആദ്യം ഇങ്ങനൊരു വര വരച്ചു. ശേഷം ഇനി ഇലയുടെ 2 സൈഡിലും നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇതല്ലേ, ഇങ്ങനെ ഈ ആദ്യത്തെ കുത്തുണ്ടല്ലോ, ആ കുത്തിൽ നിന്ന് ഒരു സ്വല്പം താഴ്ത്തി നമ്മുടെ ആ ലീഫിൻ്റെ ആ ഒരു നമ്മൾ ഷേപ്പ് വരച്ചതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുത്തി ഇറക്കി. ഉണ്ടല്ലേ, ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്യാം. ഈ ഒരു വശം ഫുള്ള് വേണമെങ്കിൽ ചെയ്തതിന് ശേഷം ഈ വശത്ത് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വശം ചെയ്യുക, ഈ ഒരു വശം ചെയ്യുക, ഈ ഒരു വശം ചെയ്യുക, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ കുത്തുമ്പോൾ കറക്റ്റ് ഈ ലൈനിൽ കൊണ്ട് കുത്താൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് കാണാമല്ലോ അല്ലേ. രണ്ടാമത്തേത് ഈ ആദ്യം നമ്മൾ അങ്ങേ സൈഡിലാണ് കുത്തിയെങ്കിൽ ഇനി ഇപ്പോൾ ഈ സൈഡിൽ കുത്തുക. ഈ സൈഡിൽ കുത്തിയെടുത്തത് ശേഷം കൊണ്ടുവന്ന് ഈ നമ്മുടെ ലൈൻ ഉണ്ടല്ലോ, ലൈനിൽ തന്നെ കുത്തുക. കണ്ടില്ലേ, അപ്പം ഇങ്ങനെ വന്നു. ലൈനിൽ കുത്തി ശേഷം ഈ ഒരു കുത്തുക, ലൈനിൽ കുത്തി. ഇപ്പോൾ ലീഫിൻ്റെ ഇത്രയുമായി. ശേഷം ഇപ്പുറേ വശത്ത് എടുക്കുക, നമ്മുടെ ആ ലൈനിൽ കുത്തി. കണ്ടില്ലേ, അപ്പോൾ ലീഫിൻ്റെ ഒരു തുടക്ക ഭാഗം ഇപ്പോൾ മനസ്സിലായല്ലോ. ഒരു ലീഫിൻ്റെ ഷേപ്പ്, ആ ലീഫിന് നമ്മൾ ശരിക്കും ലീഫ് കാണുമ്പോൾ ഒരു വര പോലെ ഉണ്ടല്ലോ, ആ ഒരു വര പോലെ ഇങ്ങനെ വരും. ശേഷം ഇവിടെ കുത്തി, ഇത്രയും കുത്തി ശേഷം ഇവിടെ കുത്തി കണ്ടില്ലേ, ലീഫ്
ഇപ്പോൾ ലീഫ് പോലെ തോന്നുന്നില്ല. ഇത്രയും ഈ ചെറിയ ലീഫുകളൊക്കെയാണ് ഇത്രയും കൊണ്ട് തന്നെ നിർത്താം. ഇനിയും ഇവിടെ കുത്തുക. ഈ കറക്റ്റ് ഈ ലൈനിൽ തന്നെ കുത്തണം കേട്ടോ, എന്നാലേ ആ ഒരു ലൈൻ പോലെ നടുക്കൂടെ വരത്തുള്ളൂ. ഇവിടെ കുത്തി ശേഷം ഇവിടെ കുത്തി ഉണ്ടോ. ഇനിയും ഇവിടെ തന്നെ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നു. ശേഷം കണ്ടില്ലേ, കാണാമല്ലോ അല്ലേ. ഇതിൻ്റെ പേരാണ് ലീഫ് സ്റ്റിച്ച്. ഇത് ഡ്രസ്സുകളിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലീഫുകൾ തന്നെയായിട്ട് പോലും ചില വർക്കുകളിൽ കാണാമല്ലോ, ലീഫൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ ഈ സ്റ്റിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് നല്ലതായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ നേരം എടുക്കും നമ്മൾക്ക് ചെയ്യാമെന്നുള്ളൊരു ഇത് മാത്രമാണ് ഇതിൻ്റെ ഇത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒരു രീതി എങ്ങനെയാണ് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. പിന്നെ കഴിയുന്നതും ഇതിൻ്റെ ആ ഒരു ചരിവ് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുത്തി ഇനി താഴോട്ടല്ല ചരിച്ചല്ലേ, ആ ചരിവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കൊണ്ട് തന്നെ ചെറിയ ലീഫുകളാണെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ താഴെ വരെ വരച്ചത് കൊണ്ട് ഇത് മുഴുവൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ലീഫ് സ്റ്റിച്ച് വരുന്നത്. ലീഫ് സ്റ്റിച്ച് ഒരെണ്ണം കംപ്ലീറ്റ് ആയത്. ലീഫ് സ്റ്റിച്ചിന് ഇതുണ്ടല്ലോ സെൻറ്ററിൽ കൂടെ ഒരു കുഴിവ് വരുന്നുണ്ട്. അപ്പോൾ ലീഫ് സ്റ്റിച്ചിൽ ചെയ്തൊരു വർക്കാണിത്. കുറേ ലീഫുകൾ മാത്രം വെറുതെ ചെയ്തു. ഇതിൻ്റെ താഴോട്ടുള്ള ഈ ഭാഗം എന്തോ ചെയ്തേക്കുന്നതെന്ന് അറിയുമോ, നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹെറിംഗ് ബോണ് ഇതെന്താ ഒരു വ്യത്യാസം കണ്ടില്ലേ, ആ വീതി കൂടുന്തോറും ഹെറിംഗ് ബോണ് ഇങ്ങനെ വരും. അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. വീതി കൂടുമ്പോഴാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഉണ്ടോ ലീഫ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു ലീഫിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ഏതാണെന്ന് കാണിക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫിഷ് ബോൺ സ്റ്റിച്ച്. ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യാനും ഞാൻ ഇതുപോലെ 2 വര വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് ലീഫിനാണ് സാധാരണ ചെയ്യുന്നത്, അഥവാ പൂവിൻ്റെ ഇതളുകൾക്കൊക്കെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫിഷ് ബോൺ സ്റ്റിച്ചിന് ഞാൻ അതിനും ഇതേപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചു. സെൻറ്ററിൽ വരെയുള്ള ലീഫ് വേണം വരയ്ക്കാൻ. സെൻറ്ററിൽ വരെയുള്ള ലീഫ് ഇങ്ങനെ വരച്ചതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഈ സെൻറ്ററിലെ വരയുടെ 2 സൈഡിലൂടെ ഇങ്ങനെ ഒരു വരയിട്ടു, അപ്പുറം ഇപ്പുറം 2 വരയിട്ടു. എങ്ങനെയാണ് മനസ്സിലായില്ലേ? സെൻറ്ററിലെ വരയുടെ 2 സൈഡിലും ഇങ്ങനെ ഓരോ വരയിട്ടു. അപ്പോൾ ഈ ലീഫിൻ്റെ ഈ സൈഡ് കഴിയാതെ അകത്ത് 3 വരയുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനി എങ്ങനെ അത് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം കുത്തുന്നത് ലീഫ് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെ ഈ നമ്മളുടെ ഇലയുടെ ടിപ്പിലാണ് കുത്തുന്നത്. ടിപ്പിൽ കുത്തി ഈ 3 വര അകത്തുള്ളതിൽ ഏറ്റവും സെൻറ്ററിൽ കൂടെയുള്ള വരയിലേക്ക് ഇങ്ങനെ താഴേക്കൊന്ന് ഇറക്കി കുത്തി നമ്മൾ ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ലീഫ് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ ആ ലെവലിൽ നിന്ന് ഒന്ന് താഴ്ത്തി ഇവിടെ എടുത്തെങ്കിലും നമ്മൾ ഈ സെൻട്രൽ ലൈനിൻ്റെ അപ്പുറം ഇപ്പുറം വര വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സെൻട്രൽ ലൈൻ കഴിഞ്ഞിട്ടുള്ള ഈ വരയുടെ ഇവിടേക്കാണ് ഇത് കുത്തിവിടുന്നത്. ക്ലിയർ ആയോ? ഇത് കണ്ടില്ലേ? ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് സെൻട്രൽ ലൈൻ കഴിഞ്ഞ് നമ്മൾ 3 വര വരച്ചതിൽ ഇപ്പുറത്തെ വരയിലേക്കാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് വിട്ടത്. അതേസമയം ഒന്നുകൂടെ അടുത്ത് പിടിച്ച് കാണിക്കാം. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇപ്പുറേ നിന്ന് കുത്തുന്നത് ലീഫ് സ്റ്റിച്ചിന് കുത്തിയ പോലെ. ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ കുത്തിയ ശേഷം ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലൈൻ കഴിഞ്ഞിട്ട് ഈ ഇവിടെ വരച്ച വരയിലേക്കാണ് ഈ കുത്തേണ്ടത്. അപ്പോൾ ഇതല്ലേ ഒരു ക്രോസ് ആയിട്ട് നമ്മൾ സെൻട്രൽ ലൈൻ കഴിഞ്ഞിട്ട് അപ്പുറം ഇപ്പുറം വരച്ചത് ഒരു ക്രോസ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഇച്ചിരി മനസ്സിലാകാൻ പ്രയാസമുണ്ടോ? ഇനിയിപ്പോൾ
ഇവിടെ രണ്ടാമത് കുത്തിയ ശേഷം നമ്മൾ സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ട് വരച്ച വരയിലേക്ക് കുത്തുക. കണ്ടില്ലേ? ഇങ്ങനെ കുത്തുക. ഇപ്പറയാണെങ്കിലും ഇനി ഇങ്ങേ വശത്തു നിന്ന് കുത്തുക. ഇങ്ങേ വശത്തു നിന്ന് കുത്തി സെൻറ്റർ ലൈൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരച്ച വരയിലോട്ടാണ് കുത്തി വിടുന്നത് വരുന്നത്. ഇതിപ്പോൾ താഴോട്ട് വരയ്ക്കുമ്പോൾ താഴോട്ട് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്കത് ഇച്ചിരിയും കൂടെ ഒരു മനസ്സിലാവും. ഈ വശത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം കുത്തിന്ന് ലീഫ് സ്റ്റിച്ചിന് ചെയ്യുന്ന പോലെ താഴോട്ടേ കുത്താവുള്ളൂ. ഈ പോർഷനിൽ നിന്ന് കുത്തിയ ശേഷം താഴെ കൊണ്ടുവന്നിട്ട് ഈ ലൈനിലേക്ക് കുത്തുക. ഇങ്ങനെ ചെയ്തു ശേഷം ഇവിടെ നിന്ന് കുത്തി നമ്മുടെ ഇവിടേക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മനസ്സിലായത് ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വശത്തെ നൂലിൻ്റെ അടിവശം കൊണ്ടും ഈ വശത്തെ അങ്ങനെ അടിവശം കൊണ്ട് നമ്മൾ ചെയ്ത ലാസ്റ്റ് പോർഷനുകൾ കൊണ്ട് ഒന്ന് ക്രോസ് ചെയ്താണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയാൽ ഈ ലൈനിലേക്ക് ഈ ആദ്യത്തെ ആ ഒരു വര വരയ്ക്കാൻ മാത്രമേ സെൻറ്റർ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ സെൻറ്റർ ലൈൻ യൂസ് ചെയ്യുന്നേ ഇല്ല. സെൻറ്റർ ലൈന് സെൻറ്റർ ലൈനിൻ്റെ രണ്ട് സൈഡുകളിൽ വരച്ച ആ വരകളിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റർ കഴിഞ്ഞിട്ടും സെൻറ്റർ കഴിഞ്ഞുള്ള ഭാഗത്ത് ആണ് കുത്തേണ്ടതെന്ന് ഓർത്ത് പോയാൽ മതി. സെൻറ്റർ ലൈൻ വരയ്ക്കാതെയാണല്ലോ നമ്മൾ പിക്ചറുകളൊക്കെ ഇനി ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പോഴിങ്ങനെ ഓർക്കുക, നമ്മുടെ ഒരു സെൻറ്റർ ഭാഗവും കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്ത് അപ്പുറേ പോയി വേണം കുത്താൻ ഓർക്കുക. ഇതിൻ്റെ പേര് ഫിഷ് ബോൺ സ്റ്റിച്ച്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് വരുന്നത്. ലീഫ് സ്റ്റിച്ച് പോലെ ഇരിക്കും, പക്ഷേ അതിൽ നിന്നും സെൻറ്റർ പോർഷനിലാണ് ലീഫ് സ്റ്റിച്ചിന് ഈ സെൻറ്ററിലൊരു ഇങ്ങനെ വരുന്നെങ്കിൽ ഇതിന് ഒരു നെയ്തതുപോലെയാണ് വരുന്നത്. താഴോട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ കാണിക്കാം. ഇത്രയും ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം അധികം അറിയത്തില്ല. താഴോട്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഇതുണ്ടല്ലേ? ക്രോസ് ചെയ്ത് സെൻറ്റർ ലൈൻ ക്രോസ് ചെയ്ത് ആ രണ്ട് സൈഡിലേക്കുമാണ് നമ്മൾ ഇത് വിടുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ സെൻറ്റർ ലൈന് ക്രോസ് ചെയ്ത് രണ്ട് വശത്തേക്കുമാണ് ഇത് കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻറ്റർ ലൈൻ ക്രോസ് ചെയ്ത് രണ്ട് വശത്തുമാണ് കുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഈ സെൻറ്റർ ഭാഗം ഒരു വരി നെയ്ത് വിട്ടേക്കുന്ന പോലെയാണ്. സെൻറ്ററിലെങ്ങും ഇതിന് സെൻറ്ററിൽ ഒരു കുഴിവ് പോലെ വരുന്നുണ്ടെങ്കിൽ ഇതൊരു സെൻറ്ററിൽ നിന്ന് നെയ്തെടുക്കുക. അത് ക്ലിയർ ആകുന്നുണ്ടോ ക്യാമറയിൽ? ഒരു നെയ്ത പോലത്തെ ഒരു ലുക്കാണ് സെൻറ്ററിൽ വരുന്നത്. താഴ്വശം വരുമ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊണ്ട് ഞാൻ തീർക്കുകയാണെങ്കിൽ ഇവിടെ ഒരു താഴ്വശം നമുക്കൊരു ഷേപ്പ് ഇല്ലാതെ വരുന്നുണ്ടല്ലോ. അതിനി നമ്മൾ ഈ ഒരു ഓർഡർ ഒന്നും നോക്കണ്ട. നമുക്ക് ഇത് ഈ ഒരു ഇലയുടെ ഒരു ചുവട്ടിലത്തെ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുത്തിയത് കാണത്തില്ലാത്ത പോലെ ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഉണ്ടല്ലേ? ഇപ്പോൾ ഇലയുടെ ഒരു ഷേപ്പിലെത്തിയല്ലോ. ഇങ്ങനെ വേണം നമുക്ക് കൊണ്ട് അടിയിൽ കെട്ടിയിട്ട് നിർത്താം. ഇതാണ് ഫിഷ് ബോൺ സ്റ്റിച്ച്. അപ്പോൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്തൊരു വർക്കാണ്. അതിൻ്റെ ലീഫ്, ആ പൂവ്, ആ മുട്ട എല്ലാം ചെയ്തിരിക്കുന്നത് ഫിഷ് ബോണിലാണ്. അതിൻ്റെ സ്റ്റെം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിലുമാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ 3 സ്റ്റിച്ചുകളാണ് പഠിച്ചത്. ഒരു ഷെവ്രോൺ സ്റ്റിച്ച്, ലീഫിന് വേണ്ടിയിട്ടുള്ള 2 സ്റ്റിച്ച്, ഫിഷ് ബോൺ സ്റ്റിച്ചും ലീഫ് സ്റ്റിച്ചും. അതിൽ ലീഫിന് നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടമെന്നൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫിഷ് ബോൺ ആണോ അതോ ലീഫ് സ്റ്റിച്ച് തന്നെയാണോ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ല 3 സ്റ്റിച്ചുകളുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.